Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെവൽ കർവ്സ് കണ്ടു. So what is meant by level curve? Set of points in the plane where a function f of xy has a constant value is called level curve of x. അപ്പോൾ ഇവിടെ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾ ഗ്രാഫ് ഓഫ് എഫ് ഡിഫൈൻ ചെയ്തു. The set of all points x, y, f of x, y in the space for x, y in the domain of f. അതിനെയാണ് നമ്മൾ ഗ്രാഫ് ഓഫ് എഫ് എന്ന് വിളിക്കുക. പിന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടു. Find the domain, range and the level curves of the function f of x, y equal to x square plus y square. ഇതിന് ശേഷം ഞാൻ ഡേവിഡ് ലിപ്മാൻ എന്ന ആളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഹി ഡിസ്ക്രൈബ്സ് ഹൗ ദ സർഫസ് z is equal to f of x, y equal to x square plus y square will look like. It is called paraboloid. പാരാബോളോയിഡ് ആണ് ഇത്. അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ലെവൽ കർവ്സ് ആർ സർക്കിൾസ് ആൻഡ് ദ ഗ്രാഫ് ഈസ് ദിസ് പാരാബോളോയിഡ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇതാണ് സെഡ് ആക്സിസ്. സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് കോമ വൈ ആക്സിസ്. സോ ഇങ്ങനെയാണ് പാരാബോളോയിഡ് ഉണ്ടാവുക. ഇതുപോലെ നിങ്ങൾക്ക് വേറൊരു ഫംഗ്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെവൽ കർവ്സും ഗ്രാഫും എല്ലാം പ്ലോട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് എക്സർസൈസ് ആയിട്ട് ഞാൻ തരാം. നമുക്ക് ഇപ്പോൾ ഫർദർ പ്രൊസീഡ് ചെയ്യാം. അടുത്തത് ലെവൽ കർവ്സ് കഴിഞ്ഞു. ലെവൽ സർഫസസ്. ലെവൽ സർഫസ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിലാണ്. അപ്പോൾ നമുക്ക് സപ്പോസ് എക്സ്, വൈ, സെഡ് ആർ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ്. സോ വാട്ട് ഈസ് മെന്റ് ബൈ ലെവൽ സർഫസ് ഓഫ് എഫ്? ലെവൽ കർവ്സ് പോലെ തന്നെയാണ്. വാട്ട് ഈസ് മെന്റ് ബൈ ലെവൽ സർഫസ്? ഇറ്റ് ഈസ് സെറ്റ് ഓഫ് പോയിന്റ്സ് എക്സ്, വൈ, സെഡ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. ഡൊമൈൻ ഓഫ് എഫ് ഇവിടെ സ്പേസിന്റെ സബ്സെറ്റ് ആയതുകൊണ്ട് സെറ്റ് ഓഫ് പോയിന്റ്സ് എക്സ്, വൈ, സെഡ് ഇൻ ദ സ്പേസ് എന്ന് എഴുതിയെന്ന് മാത്രം. സോ ഇറ്റ് ഈസ് ആക്ച്വലി സെറ്റ് ഓഫ് പോയിന്റ്സ് എക്സ്, വൈ, സെഡ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ് where a function f of x, y, z has a constant value f x, y, z equal to c is called a level surface of f. ഒരു ലെവൽ സർഫസ്. വേറെ ഒരു c ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ സെറ്റ് ഓഫ് പോയിന്റ്സ് കിട്ടും. അത് വേറെ ലെവൽ സർഫസ് ആവും. ആൻഡ് സോ so actually there are for different values of c you have different level surfaces of f. For example ചെയ്യാം. Describe the level surfaces of the function f of x, y, z equal to square root of x square plus y square plus z square. So what are the level surfaces? All points x, y, z such that f of x, y, z is constant. That means square root of x square plus y square plus z square equal to constant c, or x square plus y square plus z square equal to c square. And for c greater than 0 these are എന്താണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? set of all points x, y, z such that x square plus y square plus z square equal to c square. So these are concentric spheres of radius c centered at the origin. സ്ഫിയറുകൾ, സ്പേസിലെ സ്ഫിയറുകൾ. നിങ്ങളുടെ എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും, സെഡ് ആക്സിസ് ഉണ്ടാവും. then you have spheres centered at the origin of different radius. അതാണ് ലെവൽ സർഫസസ് വരിക. ഈ ഫംഗ്ഷൻ്റെ
ഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണ്, ഡൊമെയിൻ ഓപ്പൺ ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് തിങ്ക് ഓവർ ഇറ്റ്, ഒന്ന് ആലോചിച്ച് നോക്കുക. അതടക്കമായിരിക്കും ചിലപ്പോൾ എക്സാമിനേഷൻ ചോദിക്കുക. What is the domain, range and level surfaces? Whether the domain is open or closed, determine. അങ്ങനെയായിരിക്കും എക്സാമിനേഷൻ ചോദിക്കുക. So solution ഞാൻ പറഞ്ഞു. So this is the solution. They are spheres centered at the origin. അടുത്ത എക്സാമ്പിൾ. Discuss the domain, range and level surfaces of f of x comma y comma z equal to x square plus y square. ഇവിടെ z പ്രസന്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, ലെവൽ സർഫസ് എന്താണെന്നൊക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഞാനത് അസൈൻമെൻ്റ് ആയിട്ട് തരാം. ആ അസൈൻമെൻറ്റ് നിങ്ങൾ മൂഡിൽ പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നും പറഞ്ഞു തരാം. ഓക്കെ. അടുത്തത് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. നമുക്ക് ഒരു ഫംഗ്ഷൻ ഓഫ് 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം, f of x, y. We say this function has a limit L in R in real numbers as x comma y approaches a fixed point x0 to y0 in the plane. If for every epsilon greater than 0, every positive number epsilon, there exists a corresponding positive number delta such that for all x comma y in the domain of f, which are lying within a distance less than delta from the point x0 to y0. You understand what I am saying? You have a point, fixed point x0 to y0 in the plane. It may be in the domain of f, may not be in the domain of f. Okay. And you take any point x comma y in the domain of f sufficiently close to the point x0 to y0. Sufficiently means what? That is determined by this delta, and delta is determined by this epsilon. So if for every epsilon greater than 0 there exists a number delta greater than 0 such that, look at this expression, this is the distance between the point xy and x0 y0. This is the distance between the point x comma y and x0 comma y0. And if that x comma y lies within a distance less than delta from the point x0 to y0, then we have the distance between f of x comma y and L is less than epsilon. Modulus of f of x comma y minus L means distance between f of x, y and L. നമ്മുടെ ഫംഗ്ഷൻ റിയൽ ഫംഗ്ഷൻ ആണ്, എല്ലും റിയൽ നമ്പർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ മോഡുലസ് ആണ് ഉപയോഗിക്കുക. ഇവിടെയോ, ഇവിടെ നമ്മൾ പ്ലെയിനിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ യൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പ്ലെയിനിലെ ഡിസ്റ്റൻസ് കിട്ടുക. ഇവിടെ നമ്മൾ റിയൽ നമ്പേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസിന് വേണ്ടി നമ്മൾ മോഡുലസ് ആണ് യൂസ് ചെയ്യുക. So whenever the point x comma y lies within a distance less than delta from the point x0 to y0, then the distance between f of x comma y and L is less than epsilon. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we say L is a limit of f of x y as x comma y approach x0 y0.
മനസ്സിലായല്ലോ? ഈ L എങ്ങനെയാ കിട്ടുക എന്ന് പറയണില്ല. ഡെഫിനിഷൻ ഓഫ് ലിമിറ്റിൽ ഈ L എന്നുള്ളത് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് പറയുന്നില്ല. അത് നമ്മൾക്ക് പ്രപ്പോസ് ചെയ്ത് തരണം. നിങ്ങളുടെ ടീച്ചറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് ആ L എന്ന് പറയുന്ന വാല്യൂ പ്രപ്പോസ് ചെയ്ത് തരണം. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു വെരിഫൈ വെദർ ദാറ്റ് L ഈസ് ലിമിറ്റ് ഓർ നോട്ട് എ ലിമിറ്റ്. ലിമിറ്റ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ലിമിറ്റ് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യും. അപ്പോൾ ആ L നിങ്ങൾക്ക് തരികയാണ്. L എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് ഡെഫിനിഷനിൽ പറയുന്നില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇനി ആ L എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു L ഉണ്ടെന്നുണ്ടെങ്കിൽ, ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കുകയും ചെയ്യും. നിങ്ങളതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. അതിൻ്റെ പ്രൂഫിനെ കുറിച്ച്, യുണീക്ക്നെസ്സിനെ കുറിച്ച്. യുണീക്ക് ആയിരിക്കും. Then in that case we write limit x, y tends to x naught y naught f of x, y equal to L എന്ന് എഴുതും നമ്മൾ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, യുണീക്ക് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. So what is the meaning of this? Precisely means this: f of x, y can be made as close as you want to the point L if you make the distance between the points x, y and x naught, y naught sufficiently small. So here it is arbitrarily small. Distance between f of x, y minus L is arbitrarily small whenever distance between x, y and x naught, y naught is sufficiently small. So that how much? That depends on epsilon. Delta depends on epsilon. നിങ്ങൾക്ക് കോളേജിൽ 9:30 എത്തണം. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും 9:30 എത്താൻ പറ്റില്ല കോളേജിൽ. എപ്പോഴും നിങ്ങളൊരു ചെറിയ എറർ അവിടെ കമ്മിറ്റ് ചെയ്യും. അര സെക്കൻഡോ അര മിനിറ്റോ അങ്ങനെ ചെറിയൊരു എറർ കമ്മിറ്റ് ചെയ്യും. ആ എറർ കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ചിലപ്പോൾ നിങ്ങൾ 9:30 മുമ്പ് എത്തും, അല്ലെങ്കിൽ 9:30 ശേഷം എത്തും. എക്സാക്ട്ലി 9:30 എത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതിന് നിങ്ങൾ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം? അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടെന്ന് വിചാരിക്കുക. 8 മണിക്ക് ഇറങ്ങിയാൽ 9:30 എത്തും. പക്ഷെ 8 മണിക്ക് നിങ്ങൾക്ക് കൃത്യം ഇറങ്ങാൻ പറ്റില്ല. അവിടെ നിങ്ങളൊരു ചെറിയ എറർ കമ്മിറ്റ് ചെയ്യും. ചിലപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങും, 8 മണിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങും, അല്ലെങ്കിൽ 8 മണിക്ക് കുറച്ച് വൈകി ഇറങ്ങും. അപ്പോൾ ഇവിടെ 9:25 9:35 ഇടയ്ക്ക് നിങ്ങൾ കോളേജിൽ എത്തണം എന്നുണ്ടെങ്കിൽ, അതായത് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 5 minutes. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണം? 8 മണിക്ക് ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സപ്പോസ് 7:50 8:10 ഇടയ്ക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കോളേജിൽ സമയത്തിന് എത്താം. അപ്പോൾ ഒരു 10 മിനിറ്റാണ് ഇവിടെ നമുക്ക് ഒരു ഫ്രീഡം ഉള്ളത്. ആ ഫ്രീഡമാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇവിടെ എപ്സിലോൺ ഈക്വൽ ടു 5 minutes കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു 10 minutes. എപ്സിലോൺ കുറയ്ക്കുമ്പോൾ എപ്സിലോൺ 2 minutes ആക്കി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് 9:28 9:32 ഇടയ്ക്ക് കോളേജിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ്ലി 5 minutes ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് 7:55 8:05 ഇടയ്ക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഈ എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യാണ് ഈ ഡെൽറ്റ ചെയ്യുന്നത്. അതാണ് ഈ ലിമിറ്റിൻ്റെയൊക്കെ കൺസെപ്റ്റ്. അപ്പോൾ 9:30 നിങ്ങളോട് കോളേജിൽ എത്തണമെന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്ത് തരികയാണ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ടീച്ചർ. അതാണ് ഈ 9:30. ഈ എപ്സിലോൺ ഡെൽറ്റ റിക്വയർമെന്റ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്, that is again can be stated in another way. For every epsilon greater than 0, there corresponds a delta greater than 0, such that for all xy in the domain of f,
distance between x and x naught less than delta and distance between y and y naught less than delta, that will imply distance between f of x comma y minus L is less than epsilon. അതായത് അത് അസ്യൂം ചെയ്താൽ ഇത് പ്രൂവ് ചെയ്യാം. പ്രീവിയസ് സ്ലൈഡിൽ ഇത് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ ഇത് പ്രൂവ് ചെയ്യാം. അതുപോലെ തിരിച്ചും ഇത് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് സ്ലൈഡിൽ ആ ഫാക്റ്റും പ്രൂവ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിനെക്കുറിച്ച് നിങ്ങൾ അധികം ബോധർ ചെയ്യണ്ട. നെക്സ്റ്റ്, സം പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ്. നിങ്ങൾക്ക് given two functions f and g with the same domain, you can construct another function with the same domain. എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക? I will call that new function as the sum of f and g and denote it by f plus g. So പുതിയ ഫംഗ്ഷൻ f plus g, അതെങ്ങനെ ആക്ട് ചെയ്യുക? f plus g at a point x comma y in the domain, common domain, is equal to f of x y compute ചെയ്യുക, g of x comma y compute ചെയ്യുക. അത് രണ്ട് റിയൽ നമ്പേഴ്സ് ആണ്. You can just add them. So this is the value of the new function f plus g at the point x comma y. So f plus g at the point x comma y is defined as f of x comma y plus g of x comma y. And the sum rule for limit says that if f of xy has a limit L and g of xy has a limit M, then the new function f plus g has a limit and that limit will be equal to L plus M as x comma y tends to x naught y naught. അതാണ് സം റൂൾ. ഇതിൻ്റെ പ്രൂഫിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് പ്രൂവ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ ഇതുപോലത്തെ പ്രൂഫുകൾ കാൽക്കുലസിൽ കണ്ടിട്ടുള്ളതാണ്. കാൽക്കുലസ് ഓഫ് വൺ വേരിയബിളിൽ. അടുത്തത് ഡിഫറൻസ് റൂൾ. നിങ്ങൾക്ക് എഫ് മൈനസ് ജി എന്നുള്ള പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. It is defined as f minus g at the point x comma y equal to f of x comma y minus g of x comma y, and if f and g have limits L and M respectively, then the new function f minus g has a limit at the point x naught to y naught and the value of the limit is L minus M. Similarly, product rule. New function f into g at the point x comma y is defined as f of x comma y into g of x comma y, and the value of the new function f into g at the point x naught y naught is L into M. Constant multiple rule. So k is a scalar or real number. Real numbers നമ്മൾ scalar എന്ന് വിളിക്കും. New function kf is defined in this way. Kf at the point x comma y is defined as k into f of x comma y. kf എഴുതുക, ബ്രാക്കറ്റ് ചെയ്യുക, at the point x comma y ordered pair ബ്രാക്കറ്റ് ചെയ്ത് എഴുതുക, equal to k into f of x comma y, and the value of the new function kf at the point x naught to y naught is k into L, where L is the limit of f. Quotient rule. New function f by g is defined as f by g at the point x comma y equal to f of x comma y divided by g of x comma y, provided denominator is non-zero, and the value of the limit equal to L by M, provided M is also not equal to 0. So this is quotient rule. Next is power rule. You can define a new function f to the power m by n at a point x comma y. Define ചെയ്യാം, equal to f of x comma y compute ചെയ്യുക. That is a real number. അതിൻ്റെ m by n power എടുക്കുക. So that is the new function.
And what is the value of the limit of this function at the point x0 y0? It is L to the power m by n. So these are properties of limits. ഇതെല്ലാം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രൂഫിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യണ്ട. അടുത്തത് കണ്ടിന്യൂറ്റി. ലിമിറ്റ് അറിയാം, ലിമിറ്റ് മനസ്സിലായെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി എളുപ്പമാണ്. A function f of x comma y is continuous at the point x0 y0 if ഇവിടെ x0 y0 എന്നുള്ളത് ഡൊമൈൻ ഓഫ് എഫിൽ ഉണ്ടാവണം. ദാറ്റ് ഈസ് എ മസ്റ്റ്. ലിമിറ്റിൽ അത് വേണമായിരുന്നില്ല. അതാണ് ചെറിയൊരു വ്യത്യാസം. ഇത് ഈ പോയിന്റ് എഫിന്റെ ഡൊമൈനിൽ ഉണ്ടാവണം. എഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇഫ്, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ, എഫ് ഈസ് ഡിഫൈൻഡ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്, അതായത് ഡൊമൈനിൽ ഉണ്ടാവണം. പോരാ. സെക്കൻഡ് കണ്ടീഷൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് കോമ വൈ ടെൻസ് ടു എക്സ് നോട്ട് കോമ വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ, ഇത് എക്സിസ്റ്റ് ചെയ്യണം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ, ആ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താവണം? ഇറ്റ് മസ്റ്റ് ബി ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഈ മൂന്ന് കണ്ടീഷനും മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇത് ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റിയാണ് ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇനി ഒരു ഫംഗ്ഷൻ അതിന്റെ ഡൊമൈനിൽ ഫുള്ളായിട്ട് എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക എന്ന് പറയാം. A function is continuous on its domain if it is continuous at every point of its domain. So ആദ്യം പോയിന്റിലെ കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യും, അത് കഴിഞ്ഞ് ഡൊമൈനിലെ കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഡൊമൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ we say function is not continuous in its domain. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയാൽ മതി, കണ്ടിന്യൂസ് അല്ലാതിരുന്നാൽ മതി. അപ്പോൾ ഡൊമൈനിൽ കണ്ടിന്യൂസ് അല്ല, അതായത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി എക്സാമ്പിൾസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. Suppose f and g are two continuous functions. Whether f plus g is continuous? That's the question. Yes. Why is that? Because f and g x naught comma y naught defined ആണ്. അപ്പോൾ f plus g x naught comma y naught defined ആണ്. And f plus g at the point x naught y naught is f of x naught y naught plus g of x naught comma y naught. Correct? ഇനി സെക്കൻഡ് കണ്ടീഷൻ വെരിഫൈ ചെയ്യാം. ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു എക്സ് നോട്ട് കോമ വൈ നോട്ട് എഫ് പ്ലസ് ജി ഓഫ് എക്സ് കോമ വൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? എഫ് കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യും. ജി കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ ലിമിറ്റ് ഓഫ് ജി ഓഫ് എക്സ് വൈയും എക്സിസ്റ്റ് ചെയ്യും. പ്രീവിയസ് തിയറം എന്താ പറയണത്? പ്രീവിയസ് സ്ലൈഡിൽ എഫിനും ജിക്കും ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഫ് പ്ലസ് ജിക്കും ലിമിറ്റ് ഉണ്ട്. എന്താണ് ലിമിറ്റ്? ലിമിറ്റ് ഓഫ് എഫ് പ്ലസ് ലിമിറ്റ് ഓഫ് ജി. ബട്ട് വാട്ട് ഈസ് ലിമിറ്റ് ഓഫ് എഫ്? എഫ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. വാട്ട് ഈസ് ലിമിറ്റ് ഓഫ് ജി? ജി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് ജി ഈസ് ജി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ വാട്ട് ഈസ് ലിമിറ്റ് ഓഫ് എഫ് പ്ലസ് ജി അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്? ഇറ്റ് ഈസ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ലിമിറ്റ് ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ. അതാണ് തിയറം 1 പറയുന്നത്. സം ഓഫ് എ ലിമിറ്റ് ഓഫ് എ സം ഈക്വൽ ടു സം ഓഫ് ദ ലിമിറ്റ്സ്. അതാണ് തിയറം 1 പറയുന്നത്. സോ ലിമിറ്റ് ഓഫ് എഫ് പ്ലസ് ജി അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ഈക്വൽ ടു എഫ് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട്. So all these three conditions are met for the function f plus g. Therefore, f plus g is continuous. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Think over it. Similarly, you can show
f minus g is continuous, fg is continuous, f by g is continuous provided g is not equal to 0, and g at x naught y naught is non-zero, kf is continuous, and finally f to the power m by n is continuous. അപ്പോൾ ഈ എല്ലാ ഫംഗ്ഷൻസിനും ഈ 3 കണ്ടീഷൻസും വെരിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും. So these are ways of constructing new continuous functions from given continuous functions. Any examples of continuous functions? f of x, y equal to x എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഇത് കണ്ടിന്യൂസ് ആണോ? അതെ. ഈ ഫംഗ്ഷന് ഈ 3 കണ്ടീഷൻസും ഉണ്ടെന്ന് ഈസിലി വെരിഫൈ ചെയ്യാം. അതുപോലെ f of x, y equal to y എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? അതെ. ആ ഫംഗ്ഷനും ഈ 3 കണ്ടീഷൻസും വെരിഫൈ ചെയ്യാം. കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണോ? അതായത് f of x, y equal to c, where c is a constant. ഇത് കണ്ടിന്യൂസ് ആണോ? അതെ. അതിനും ഈ 3 കണ്ടീഷൻസും നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പോളിനോമിയൽ എടുക്കാം. പോളിനോമിയൽ ഇൻ വാട്ട്? പോളിനോമിയൽ ഇൻ x and y. Understand? So what is meant by a polynomial in x and y? a naught plus a1 into x plus b1 into y plus a2 into x square plus b2 into xy plus c2 into y square. Understand? Plus ഇനി ക്യൂബ് ടേംസുകൾ. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ക്യൂബ് വരും, പ്ലസ് അനദർ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് സ്ക്വയർ വൈ, പ്ലസ് അനദർ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് വൈ സ്ക്വയർ, പ്ലസ് അനദർ കോൺസ്റ്റന്റ് ഇൻറ്റു വൈ ക്യൂബ്, പ്ലസ് എക്സെട്ര. ഇങ്ങനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്, എക്സെട്ര എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി അല്ല, ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു എക്സ്പ്രഷനെയാണ് പോളിനോമിയൽ ഇൻ എക്സ് ആൻഡ് വൈ എന്ന് വിളിക്കുക. ഇത് കണ്ടിന്യൂസ് ആണോ? ഇതെങ്ങനെ വെരിഫൈ ചെയ്യാം? എപ്സിലോൺ ഡെൽറ്റ ഒന്നും പറ്റില്ല. എപ്സിലോൺ ഡെൽറ്റ ഒക്കെ ഉപയോഗിക്കുന്നെന്നാൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായി പോകും. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യും. ഇഫ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ്, സോ ഈസ് എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ജി തുടങ്ങിയിട്ടുള്ള ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്നുള്ള ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യും. അപ്പോൾ എ നോട്ട് കണ്ടിന്യൂസ് ആണ്, a1 ഇൻറ്റു എക്സ് കണ്ടിന്യൂസ് ആണ്, a2 ഇൻറ്റു വൈ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവരുടെ സമ്മ് എ നോട്ട് പ്ലസ് a1 എക്സ് പ്ലസ് a2 വൈ കണ്ടിന്യൂസ് ആണ്. ഇനി എക്സ് വൈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, വൈ സ്ക്വയർ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ടേംസുകൾ കണ്ടിന്യൂസ് ആയി, അവരുടെ സമ്മ് കണ്ടിന്യൂസ് ആയി. ഇനി തേർഡ് ഡിഗ്രി ടേംസ് എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണ്, വൈ കണ്ടിന്യൂസ് ആണ്, അപ്പോൾ എക്സ് സ്ക്വയർ വൈ കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ എക്സ് വൈ സ്ക്വയർ കണ്ടിന്യൂസ് ആണ്, എക്സ് ക്യൂബ് കണ്ടിന്യൂസ് ആണ്, വൈ ക്യൂബ് കണ്ടിന്യൂസ് ആണ്. അവരുടെയൊക്കെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസും കണ്ടിന്യൂസ് ആണ്, സമ്മും കണ്ടിന്യൂസ് ആണ്. അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഏത് പോളിനോമിയൽ ഇൻ എക്സ് ആൻഡ് വൈയും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് തിയറം. എഫ് പ്ലസ് ഓർ മൈനസ് ജി, എഫ് ജി, അതുപോലെ കെ എഫ്, ഈ 3 ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ് whenever f and g are continuous. അപ്പോൾ ഈ റിസൾട്ട് എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ജി, കെ എഫ്,
ഇത് നാലെണ്ണം കണ്ടിന്യൂസ് ആണെന്നുള്ള ഫാക്ട് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഈ പോളിനോമിയൽ ഈസ് കണ്ടിന്യൂസ്. ഇനി റാഷണൽ ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണോ? വാട്ട് ഈസ് മെൻ ബൈ റാഷണൽ ഫങ്ഷൻ? റാഷണൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഷ്യന്റ് ഓഫ് പോളിനോമിയൽസ്. കോഷ്യന്റ് ഓഫ് പോളിനോമിയൽസ് അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് കോമ വൈ വേർ ബോത്ത് എഫ് ആൻഡ് ജി ആർ പോളിനോമിയൽസ്. ഇത് കണ്ടിന്യൂസ് ആണോ നോക്കണം. എഫ് കണ്ടിന്യൂസ് ആണ്, ജി കണ്ടിന്യൂസ് ആണ്, എഫ് ബൈ ജിയും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ റാഷണൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് പ്രൊവൈഡഡ് ജി ഓഫ് എക്സ് കോമ വൈ ഇസ് നോൺ സീറോ. അതാണ് വേറെവർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ റാഷണൽ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സിലൊക്കെ, അതായത് ഡിനോമിനേറ്റർ നോൺ സീറോ ആയിട്ടുള്ള പോയിന്റ്സിലൊക്കെ റാഷണൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. So these are some examples of continuous functions of two independent variables. ഇതുപോലെ നിങ്ങൾക്ക് 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ചെയ്യാം. ഒരു വ്യത്യാസമില്ല, എക്സാക്ട്ലി സെയിം. ഇനി composition of continuous functions is continuous. This is another way of constructing continuous functions from given continuous functions. അപ്പോൾ f continuous function എന്നുണ്ട്. f is a function of two independent variables x and y. z is the dependent variable. It is continuous and the domain of f is the plane. And suppose you have another real valued function defined on the real line. ഇവിടെ z എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. x, y lies in the plane. z equal to f of x, y lies in the real line. അപ്പോൾ നിങ്ങൾക്ക് റിയൽ ലൈനിൽ ഡിഫൈൻ ചെയ്ത വേറെ ഫംഗ്ഷൻ g, റിയൽ ലൈൻ ടു റിയൽ ലൈൻ ഡിഫൈൻ ചെയ്ത വേറെ ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക g. This is a continuous function of z. Call it w. So g is a continuous function of z. Then look at the composite function. എങ്ങനെയാ കമ്പോസിറ്റ് എടുക്കുക? ആദ്യം x, y പ്ലെയിനിൽ എടുക്കുക. f of x, y നിങ്ങൾക്ക് റിയൽ നമ്പർ കിട്ടി. ആ റിയൽ നമ്പറിന് നിങ്ങൾ g അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം x, y എടുത്തു, f of x, y എടുത്തു. ഇത് റിയൽ നമ്പറാണ് f of x, y എന്ന് പറയുന്നത്. അതിൻ്റെ g വാല്യൂ എടുക്കുക. So you are actually taking composition of g and f. g composite f എന്നാണ് ഇതിനെ വായിക്കുക. g of f of x, y. So this is also continuous. അതാണ് ഈ തിയറം. ഇതിൻ്റെ പ്രൂഫിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. Composition of continuous functions is continuous. So what is the advantage? What are the examples? നമ്മൾക്ക് ഈ ഫംഗ്ഷൻ e to the power minus of x square plus y square കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. Look at f of x, y is equal to minus of x square plus y square. Look at the function f of x, y equal to minus of x square plus y square. This is a polynomial in x and y. Therefore, this function is continuous. Okay. Now look at the function g of z is equal to e to the power z. g of z equal to e to the power z. It's a real function and continuous. Now look at g composite f. g composite f എന്താ വരിക? ആദ്യം f of x, y എടുക്കുക. അതായത് e to the power minus of x square plus y square. അതിൻ്റെ g വാല്യൂ എടുക്കുക, അതായത് അതിൻ്റെ എക്സ്പോണൻഷ്യൽ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് e to the power minus of x square plus y square കിട്ടും. ഇത് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അണ്ടർസ്റ്റാൻഡ്? സിമിലർലി ln of 1 plus x square y square divided by 2. ഇത് കണ്ടിന്യൂസ് ആണ്. എന്താ കാരണം? f of x, y is equal to 1 plus x square y square divided by 2. ഇത് കണ്ടിന്യൂസ് ആണ്. ln ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. So composite is continuous.
അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അതുപോലെ സൈൻ ഓഫ് ഇ ടു ദ പവർ എക്സ് വൈ, ഇത് കണ്ടിന്യൂസ് ആണ്. എന്താ കാരണം? എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ഇ ടു ദ പവർ എക്സ് വൈ കണ്ടിന്യൂസ് ആണ്. ആക്ച്വലി ഇവിടെ 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് 3 ഫംഗ്ഷൻസ്? എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ, അതാണ് എൻ്റെ എഫ് എന്നുള്ള ഫംഗ്ഷൻ. ജി എന്നുള്ള ഫംഗ്ഷൻ ജി ഓഫ് സെഡ് ഈക്വൽ ടു ഇ ടു ദ പവർ സെഡ്. പിന്നെ അതിൻ്റെ സൈൻ ഫംഗ്ഷൻ എടുക്കണം. അപ്പോൾ എച്ച് എന്നുള്ള ഫംഗ്ഷൻ എച്ച് ഓഫ് ഡബ്ല്യു ഈക്വൽ ടു സൈൻ ഡബ്ല്യു. അപ്പോൾ ഈ 3 ഫംഗ്ഷൻസ് കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ. എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ. ഇതിൽ എഫ് കണ്ടിന്യൂസ് ആണ്, ജി കണ്ടിന്യൂസ് ആണ്, എച്ച് കണ്ടിന്യൂസ് ആണ്. സോ കമ്പോസിഷൻ കണ്ടിന്യൂസ് ആണ്. That means this function is continuous. Hope you understood.